പ്രിയപ്പെട്ടവരെ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ സുരക്ഷിതമല്ലാത്തയിടങ്ങൾ നിരവധിയാണെന്ന് വിദഗ്ധ സംഘം ഇപ്പോൾ റിപ്പോർട്ട് നൽകും. പഠനം പൂർത്തിയാക്കി 10 ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് നീക്കം. പ്രാഥമിക പരിശോധന നാളെയോടെ പൂർത്തിയാകുമെന്നും ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞു. പ്രദേശത്തെ തെരച്ചിലിൽ ഇന്നും മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല. മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ 3 ദിവസമായി ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലുണ്ട്. സംഘത്തിന്റെ പ്രാഥമിക പരിശോധന നാളെ ഉച്ചയോടെ പൂർത്തിയാകും. ദുരന്ത ബാധിത മേഖലയിലെ സുരക്ഷിത പ്രദേശങ്ങൾ മാർക്ക് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കും. പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് 10 days ഞങ്ങൾ കൊടുക്കും. നയപരമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. സേഫും അൺസേഫുമായിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കും. കൺസ്ട്രക്ഷൻ വേണമെന്നോ വേണ്ടയോ, അതോ ഇനി ഈ സേഫ്റ്റി എന്ത് സേഫ്റ്റിയാണ് എടുക്കേണ്ടതെന്നും കൂടെ പറയും. പുഞ്ചിരിമട്ടം പുഴയോട് ചേർന്ന ഭാഗത്തുള്ള വീടുകൾ സുരക്ഷിതമല്ല എന്നും ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒഴുകിയ ജലവും മണ്ണും മരങ്ങളും കെട്ടിക്കിടന്ന് ഒരുമിച്ച് താഴേക്ക് പതിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും ഡോക്ടർ ജോൺ മത്തായി പറയുന്നു. പക്ഷെ പുഞ്ചിരിമട്ടത്തിൻ്റെ ആ വീടുകൾ ഇരിക്കുന്ന ഭാഗം, പുഴയോട് ചേർന്ന ഭാഗം, അത് ആപൽക്കരമായ സ്ഥിതിയാണ്. ജലപൂരിതാവസ്ഥയിൽ അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആണ് ഉരുൾ പൊട്ടുന്നത്. പ്രത്യേകിച്ച് ചരിവ് കൂടിയതും മണ്ണ് ശേഖരിച്ച് നിൽക്കുന്നതുമായ പ്രദേശത്ത് ഇന്ന് ഭാഗികമായ തിരച്ചിലാണ് നടന്നത്. മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനായില്ല. സ്കൂൾ റോഡ് പരിസരത്ത് ഫയർഫോഴ്സ് സംഘം നടത്തിയ തിരച്ചിലിൽ 4 ലക്ഷം രൂപ കണ്ടെടുത്തു. തുക പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ 5 ശരീര ഭാഗങ്ങൾ പുത്തുമലയിലെ പ്രത്യേക ശ്മശാനത്തിൽ സംസ്കരിച്ചു. റിപ്പോർട്ടർ, വയനാട്. അതിഥികളായി നമുക്കൊപ്പം ടി സിദ്ദീഖ് MLA കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, പി ഗഗാറിൻ വയനാട് CPM ജില്ലാ സെക്രട്ടറി, പ്രശാന്ത് മലവയിൽ വയനാട് BJP ജില്ലാ പ്രസിഡന്റ്, ഡോക്ടർ CP രാജേന്ദ്രൻ ജിയോ സയന്റിസ്റ്റും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ MLAയിലേക്കൊന്ന് പോകുന്നു. ടി സിദ്ദീഖ്, 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചർച്ചയ്ക്കെടുത്തത്. ഒന്ന്, ഇപ്പോൾ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വരികയാണ്. പ്രാഥമിക സൂചനകളനുസരിച്ച് പുഞ്ചിരിമട്ടം ഏറെക്കുറെ വാസയോഗ്യമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുണ്ടക്കയും അങ്ങനെ തന്നെയായിരിക്കും സ്വാഭാവികമായും. ചൂരൽമലയിൽ കുറച്ച് പ്രദേശങ്ങൾ വാസയോഗ്യമാണ്, അല്പം സുരക്ഷിത മേഖലയുണ്ടെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ ഇനി പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ഇവർക്കൊരു പുതിയ സംവിധാനവും ആവാസ വ്യവസ്ഥയും നമ്മൾ ഒരുക്കേണ്ടി വരും. അവർക്ക് ഉപജീവനം ഒരുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നടപ്പിലാക്കേണ്ടി വരികയും ചെയ്യും. ടി സിദ്ദീഖ്, ഇപ്പോൾ ക്യാമ്പിലുള്ള ആളുകളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിൽ നിന്ന് വാടക വീട്ടിലേക്കും താമസിയാതെ സ്ഥിരം പുനരധിവാസ വീടുകളിലേക്കും മടങ്ങണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിദ്ദീഖ്, ഈ പുനരധിവാസത്തിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇന്നുമായി നിരവധി ക്യാമ്പുകളിൽ ഉള്ളതായിരിക്കുന്ന നിരവധി ആളുകൾ ഓൾറെഡി വീടുകളിലേക്ക് പ്രയാണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇന്നുമായിട്ട് ഏകദേശം 30 ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലേക്ക് മാത്രം ഇന്ന് 30ഓളം ഫാമിലീസ് ഇന്ന് പോയിട്ടുണ്ട്. പിന്നെ 41 കുടുംബാംഗങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീടുകളിലുണ്ട്. റെൻറ്റഡ് വീടുകളിലേക്ക് സ്വമേധയാ പോയതായിരിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം അറൗണ്ട് ഏകദേശം 30ഓളം വരും. 150ഓളം വരുന്ന മൈഗ്രൻസും അതുപോലെ തന്നെ ഈ പ്ലാന്റേഷൻ, ഹാരിസൺ മലയാളം ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 154ഓളം വരുന്ന ആളുകളും ഉൾപ്പെടെ ഒരു ലെയർ ആളുകളുടെ മറ്റുള്ള വീടുകളിലേക്കുള്ളതായിരിക്കുന്ന പ്രയാണം ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു 800 എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൽ 100-ലധികം വരുന്നതായ വീടുകൾ നമ്മളിപ്പോൾ പഞ്ചായത്ത് 6 പ്രധാനപ്പെട്ടതായിരിക്കുന്ന പഞ്ചായത്ത് നിങ്ങൾക്കറിയാം. അത് വൈത്തിരി, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, മേപ്പാടി, മുപ്പൈനാട്, മുട്ടിൽ, അമ്പലവയൽ ഉൾപ്പെടെയുള്ള 6 ഇടങ്ങളിലെ റെൻറ്റിന് കിട്ടാവുന്നതായിരിക്കുന്ന വീടുകൾ ശേഖരിച്ച് നൽകാനുള്ള ദൗത്യം പഞ്ചായത്ത് ഭരണസമിതിയുമായി ചർച്ച ചെയ്ത്, ഞങ്ങൾ മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചർച്ച ചെയ്ത് അവരോട് അതിൻ്റെ കണക്ക് ശേഖരിച്ച് അടിയന്തരമായി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിൽ 100-ലധികം വരുന്നതായിരിക്കുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പ്രോസസ്സ് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, പ്രൈവറ്റായിട്ട് തന്നെ പ്രീഫാബ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഭവനങ്ങൾ ഗവൺമെൻറ് ഇലക്ട്രിസിറ്റിയും വെള്ളവും കൊടുക്കാൻ തയ്യാറായി ഗവൺമെൻറ് പ്രീഫാബിന് അംഗീകാരം നൽകിയാൽ
അടിയന്തരമായി തന്നെ 100 200 വീടുകൾ ക്രമീകരിച്ച് നൽകാൻ പ്രൈവറ്റ് സംവിധാനങ്ങൾ, സന്നദ്ധ സംവിധാനങ്ങൾ തയ്യാറാണ്. ആ തീരുമാനം സർക്കാർ പെട്ടെന്ന് തന്നെ എടുത്തു നൽകുകയാണെങ്കിൽ നമുക്ക് ഈ താൽക്കാലിക വീടുകളിലേക്കുള്ള പ്രയാണം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരഭിപ്രായം. അതിനു വേണ്ടിയിട്ടുള്ള ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കളക്ടറുമായി സംസാരിച്ചിരുന്നു. മന്ത്രിതല സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വേഗതയിലാക്കാൻ പറ്റും. അതിൽ ഒരു നിരാശയുള്ള ഒരു കാര്യം കൂടെ പറയുന്നു. ഈ വയനാട് ജില്ലയിലുള്ളതായിരിക്കുന്ന റിസോർട്ടുകളുമായി ഗവൺമെൻറ് തലത്തിൽ ജില്ലാ ഭരണകൂടം സംസാരിച്ചിരുന്നു. അതിൽ റിസോർട്ടുകളുടെ ഒരു പങ്കാളിത്തം ഈ താൽക്കാലിക ഇൻ്ററിം സ്റ്റേക്ക് താമസിക്കാൻ വേണ്ടി തരണം എന്നുള്ളത്, അതിൽ ഒരു നിരാശയുള്ളതായിരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഈ സമയത്ത് ഖേദകരമായി നമ്മൾ പറയേണ്ടതുണ്ട്. താൽക്കാലിക പുനരധിവാസത്തിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലേ? തയ്യാറല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളുണ്ട്. ഞങ്ങൾ തന്നെ കണ്ടെത്തി പുത്തുമലയിൽ ചില പഞ്ചായത്തിന്റെ ഒരു അനുമതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞാൽ ഉടൻ ആ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പക്ഷെ അവർ ഈ ഘട്ടത്തിൽ പോലും അതിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം നിരാശാജനകമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ശ്രീ സിദ്ദീഖ്, ഞാൻ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. നമ്മൾ കേന്ദ്രത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് L3 കാറ്റഗറിയിലുള്ള അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്നാണ്. കേന്ദ്ര സംഘം എത്തിപ്പോയി, ഇതുവരെ ആ പ്രഖ്യാപനമൊന്നും വന്നില്ല. ധനസഹായത്തിന് കേരള സർക്കാർ മെമ്മോറാണ്ടം കൊടുക്കണം. ആ മെമ്മോറാണ്ടം ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ അല്പസമയം മുമ്പ് ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രമാണ്, ഒരാഴ്ച എടുക്കും ഏകദേശം ആ മെമ്മോറാണ്ടം പൂർണ്ണമായി തോതിൽ ശരിയാക്കി വരാൻ. കാരണം വിശാലമായൊരു മെമ്മോറാണ്ടമാണ് തയ്യാറാക്കുന്നത്, ഒട്ടും കുറവ് വരാത്ത രീതിയിൽ. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കൊടുക്കും. പക്ഷേ ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണല്ലോ. അതിനെയും കേന്ദ്രം ചെയ്തിട്ടില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഇവിടെ മുണ്ടകയിലും ചൂരൽമലയും ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അത് ഒരു നാഷണൽ കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചറാണ്. L3 എന്നുള്ള കാറ്റഗറി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ജില്ലാ ഭരണകൂടത്തിന് സ്വയം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മീറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല. ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും ഒന്നിച്ച് മുന്നോട്ട് പോയാലും ഇതിൻ്റെ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആളുകളുടെ എല്ലാതല റീഹാബിലിറ്റേഷൻ, പുനരധിവാസം സാധ്യമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ളതായിരിക്കുന്ന നാച്ചുറൽ കലാമിറ്റിയാണ് L3യിൽ വരുന്നതായിരിക്കുന്ന കലാമിറ്റി ഓഫ് ദ സിവിയർ നേച്ചർ എന്നുള്ളത്. ആ കലാമിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സമർപ്പിക്കുന്ന, പ്രധാനമന്ത്രി വന്നു, അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചു, അദ്ദേഹം എല്ലാവരുമായി ഇൻട്രാക്ട് ചെയ്തു. അവസാനം പ്രധാനമന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഇതിൻ്റെ വിക്ടിംസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായിരിക്കുന്ന ആഘാതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വലിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അവിടെ അഗ്രികൾച്ചർ നശിച്ചത്, മനുഷ്യ സമ്പത്തിന് വന്ന നഷ്ടം, അവിടെ വീടുകൾക്ക് വന്നതായിരിക്കുന്ന നഷ്ടം, അവിടെ റോഡുകൾക്ക് വന്ന നഷ്ടം, അവിടെ ബ്രിഡ്ജസിന് വന്ന നഷ്ടം, അവിടെ ഇറിഗേഷന് വന്നതായിരിക്കുന്ന നഷ്ടം, അവിടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വന്ന നഷ്ടം, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വന്ന നഷ്ടം, അവിടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നഷ്ടം, ജീവനോപാധിപരമായ നഷ്ടങ്ങൾ, അവിടെയുള്ള എല്ലാ തൊഴിലാളികളുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. അങ്ങനെ തുടങ്ങി ഒരു സമഗ്ര തലത്തിലുള്ളതായിരിക്കുന്ന നഷ്ടത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ആ കൂടുതലുള്ള വ്യാപ്തിയുടെ കണക്ക് സമഗ്ര തലത്തിൽ കൊടുത്ത് മെമ്മോറാണ്ടമായി രേഖപ്പെടുത്തി കൊടുക്കണം. അതിൽ പഴുതുണ്ടായാൽ, ആ മെമ്മോറാണ്ടത്തിൽ പഴുതുണ്ടായാൽ തിരസ്കരണത്തിന് അത് മതി. ആ മെമ്മോറാണ്ടം വളരെ വ്യക്തതയോടുകൂടി തിരസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ ആധികാരികമായി കൊടുക്കണം. പ്രാഥമിക കണക്ക് 1200 കോടിയാണ്. എൻ്റെ അനുമാനം 1200 കോടിയിൽ പരം രൂപയുടെ ഒരു വലിയ നാശനഷ്ടത്തിൻ്റെ കണക്കാണ് ആ ഭാഗത്ത് ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തരത്തിൽ അതിൻ്റെ റിപ്പോർട്ട് എല്ലാ സത്യസന്ധമായിട്ടുള്ള കണക്ക് രേഖപ്പെടുത്തി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി, എല്ലാ പാർലമെൻറ്റിൽ 2-3 തവണ റേസ് ചെയ്യപ്പെട്ട ഇഷ്യൂ ആണ്, പ്രധാനമന്ത്രി വന്ന ഇഷ്യൂ ആണ്. ഇനി അതിൽ നിന്ന് ഒഴിയാൻ
ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല. പ്രധാനമന്ത്രിയുടെ സമീപനവും പോസിറ്റീവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ശ്രീ പി ഗഗാറിൻ വയനാട് CPM ജില്ലാ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി ഗഗാറിൻ, ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞൊരു പ്രതികരണമുണ്ട്, നമ്മൾക്ക് വേണമെങ്കിൽ അതൊന്ന് കേൾപ്പിക്കാം. സുരേഷ് ഗോപി പറഞ്ഞത് ഇതൊക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ കേരളം കൊടുക്കേണ്ടത് കൊടുത്തോ എന്ന് ചോദിക്കണം എന്നാണ്. നമ്മൾ ഇതുവരെയും ഇങ്ങനൊരു രാഷ്ട്രീയ പരാമർശത്തിലേക്കോ ഒരു സംവാദത്തിലേക്കോ പോയിട്ടില്ല. പക്ഷേ ഒരു ചില സൂചനകൾ വരുന്നത് ഇത്രയും ദിവസമായി കേന്ദ്ര സംഘം എത്തിപ്പോയി, ഈ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞോ, അതല്ല നമ്മൾ ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മെമ്മോറാണ്ടം കൊടുത്തു കഴിഞ്ഞ് കേന്ദ്രം പ്രഖ്യാപിക്കുകയുള്ളൂ, അതും മതിയോ? എങ്ങനെയാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു കണക്കുകൂട്ടൽ? അതിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്ന് വരെയായിട്ട് ആരും തന്നെ കേവലം രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കേണ്ട ഒരു വിഷയമായിട്ട് ഇതിനെ കണ്ടിട്ടില്ല ഇതുവരെ. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും പ്രാദേശിക ഗവൺമെൻറ്റുകളായാലും മറ്റ് ബഹുജനങ്ങളാകെ തന്നെ എടുത്താലും ഒന്നിച്ചു നിന്ന് ജനങ്ങളുടെ ഇതിൽ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്നും, അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബാക്കി മനുഷ്യരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അത്തരൊരു സന്ദർഭത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഇതിനെ കേവലം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കുറ്റമായി ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെ നടത്തുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള ഒന്നായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആയിക്കോട്ടെ. ഇല്ലില്ല, നിങ്ങൾക്ക് കേരളത്തിനോട് എന്താ ആവശ്യപ്പെട്ടത്? അത് കൊടുത്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടോ? അത് പറയും. കേരളത്തിനോട് എന്താണ് ആവശ്യപ്പെട്ടത്, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാനിത് അന്വേഷിച്ചപ്പോൾ ചീഫ് സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത് ഒരാഴ്ചക്കുള്ളിൽ ഈ മെമ്മോറാണ്ടം കൊടുക്കണം, അതിനുള്ള ഒരുക്കങ്ങളിലും നടപടിക്രമങ്ങളിലുമാണ് എന്നാണ്. പക്ഷേ ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിപ്പോയി. നമ്മൾ ധനസഹായത്തിൻ്റെ കാര്യത്തിലാണ് ഈ മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊടുക്കുക. ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് തടസ്സമല്ലല്ലോ പി ഗഗാറിൻ. അതുകൊണ്ട് തന്നെ ആ സുരേഷ് ഗോപിയുടെ ആ ചോദ്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി എത്രമാത്രം നഷ്ടം വന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കേന്ദ്രം നൽകേണ്ട ധനസഹായം എത്രയെന്ന് നിർണ്ണയിക്കുന്നതിൽ മാത്രമാണ് ഈ മെമ്മോറാണ്ടം എത്തിയതിന് ശേഷം അഭിപ്രായം പറയേണ്ടത്. അതിന് പകരം ഇവിടെ പ്രധാനമന്ത്രി വന്നല്ലോ. പ്രധാനമന്ത്രി വന്നതിനെ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇവിടെ വന്നിട്ട് എടുത്തിട്ടുള്ള സമീപനത്തോടും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ ദുരന്തത്തെ അറിയാമല്ലോ, ഇത്രയേറെ മനുഷ്യൻ ഒരു പ്രകൃതി ദുരന്തത്തിൽ മരണമടയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് പ്രധാനമന്ത്രിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ബോധ്യപ്പെട്ട ആ അർത്ഥത്തിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി തന്നെ കാണും എന്ന് പറയാനുള്ള, പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ കേരളത്തിലെ ഓരോ മനുഷ്യനും ആഗ്രഹിച്ചത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഞങ്ങളതിനെ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു വിമർശനം ഉന്നയിച്ച് ഈ പ്രശ്നത്തെ ഒന്നിച്ചു നിന്ന് നേരിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തെ ഒരു തരത്തിലും ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല ഞങ്ങളുടെ സുരേഷ് ഗോപിയുടെ സമീപനം അതായിരുന്നില്ല. അതെ, കറക്റ്റ്. അതിനകത്ത് താങ്കൾ പറഞ്ഞു അത് കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തിക സഹായത്തിന് മാത്രമാണ്. പ്രശാന്ത് മലവയൽ വയനാട് BJP ജില്ലാ പ്രസിഡന്റാണ്. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പ്രധാനമന്ത്രി വന്നതും പ്രധാനമന്ത്രി മനുഷ്യരെ ചേർത്ത് പിടിച്ചതുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. തീർച്ചയായും അത് ആദരിക്കപ്പെടേണ്ടതും അഭിനന്ദിക്കപ്പെടേണ്ടതുമാണ്. ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ കൊടുത്ത ആത്മവിശ്വാസം ചെറുതല്ല. കുഞ്ഞുങ്ങളോടൊപ്പമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ഈ ദുരന്തത്തെ നേരിടാനുള്ള കരുത്തും ആത്മവിശ്വാസവും കൊടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, അതിതീവ്ര ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാൻ നോക്കൂ, ഇന്ന് തീയതി 15 17 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കേന്ദ്ര സംഘം ഇവിടെ എത്തി, രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പഠനം നടത്തി തിരിച്ചുപോയിട്ടും ഈ അതിതീവ്ര ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത് കേരളം
കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം കൊടുത്തു എന്നാണ്. ആ മെമ്മോറാണ്ടം പക്ഷേ ധനസഹായവുമായി ബന്ധപ്പെട്ടാണ്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കും എന്നൊരു പ്രതീക്ഷ പ്രശാന്തിന് ഇപ്പോഴും ഉണ്ടോ? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ നിങ്ങളുടെ ചോദ്യം അതിതീവ്ര ദുരന്തമായിട്ട് ഇത് എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ ദിവസം മുതൽ ഇത് മാധ്യമങ്ങളും വിശിഷ്യ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയുടെ ആളുകളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്. ഇത് പ്രകൃതി അല്ലെങ്കിൽ ദേശീയ ദുരന്തം എന്നുള്ള ഒരു പോയിന്റ് അവിടെ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അത് എഴുതി ചേർക്കുന്ന ഒരു വേർഡുകൾ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ സ്ക്രോളിങ്ങിന്റെ അടിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു വലിയ ഹെഡിങ്ങിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുന്നത് ഒഴിച്ചാൽ, ഇതിനെ ആരാണ് ചെറുതായിട്ട് കണ്ടിട്ടുള്ളത്? രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു ദേശീയ ദുരന്തത്തിന്റെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് തന്നെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സേനയും, നാവികസേനയും ആർമിയും അതുപോലെ തന്നെ വ്യോമസേനയും ഒരുമിച്ച് അവിടെ നിന്ന് ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള സംവിധാനം നമ്മളാരും മറന്നു പോകരുത്. അതുകൊണ്ട് ഇതൊരു ദേശീയ ദുരന്തം എന്നുള്ള വാക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോമ്പൻസേഷൻ ആയാലും മറ്റെല്ലാ സംവിധാനങ്ങളുമായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിക്കടിയുള്ള മോണിറ്ററിംഗ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ്. ഈ ദുരന്തത്തിനെ അത്ര ചെറുതായിട്ട് കണ്ടതുകൊണ്ടല്ല, ദുരന്തം വലുതായതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നതും മണിക്കൂറുകളോളം ദുരന്ത മേഖലയിൽ ചെലവഴിച്ചതും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളിലും മണിക്കൂറുകൾ ചെലവഴിച്ച് മീറ്റിംഗ് നടത്തി അതിന്റെ കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി നിങ്ങൾ ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ, അതായത് ഇത് ഏത് തരത്തിൽ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പോയിട്ടുള്ളത്. എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ആദ്യമായി സുരേഷ് ഗോപിയാണ് ഈ വിഷയത്തിൽ കേരള സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിച്ചത്. കേരള സർക്കാർ ആ മെമ്മോറാണ്ടം തയ്യാറാക്കുകയാണ്. താങ്കൾക്കറിയാമല്ലോ, ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഇതിന്റെ സൂക്ഷ്മതലത്തിലുള്ള കണക്കുകൾ വരെ എടുത്തു മാത്രമേ നേരത്തെ ടി സിദ്ദീഖ് പറഞ്ഞതുപോലെ എത്രയാണ് നഷ്ടം വന്നത് എന്നത് പറയാൻ സാധിക്കൂ. കാരണം കേന്ദ്രം റിജക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു മെമ്മോറാണ്ടം ആയിരിക്കണമല്ലോ. ആ മെമ്മോറാണ്ടം ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ മെമ്മോറാണ്ടം തയ്യാറാവും. അതൊന്നും ഒരു വലിയ കാലതാമസമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്, കേന്ദ്ര സംഘം ഇവിടെ എത്തി ഒരു പഠനം നടത്തി തിരിച്ചു പോയല്ലോ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ. അതൊന്നും പിന്നീട് നമ്മൾ കണ്ടില്ല. അത് എന്തുകൊണ്ട് കാണാതെ പോയി എന്നൊരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. മാത്രമല്ല, രാജ്യസഭയിൽ ഈ വാണിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രമെടുത്ത നിലപാട് വലിയ വിവാദമാവുകയും ചെയ്തു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതൊന്നും വലിയ ചർച്ചയാക്കേണ്ടെന്ന് കരുതി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ? നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. രാജ്യത്ത് എന്ത് നടന്നാലും ചർച്ചയാക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങളെ സംബന്ധിച്ച്. നമ്മളങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചയാക്കാത്തത്? അതെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? ജനങ്ങൾ ഒരു കാര്യവും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. താങ്കൾ മനസ്സിലാക്കുമല്ലോ, രാജ്യസഭയിൽ അമിത്ഷാ നൽകിയ പ്രസ്താവനയിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അതെ ആ ചോദ്യത്തിന് മറുപടിയാണ്. ആ മറുപടി പിന്നീട് മുഖ്യമന്ത്രി ഖണ്ഡിച്ചു. അതിന് പിന്നീട് മറുപടി വന്നില്ല. അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ദുരന്തം കഴിഞ്ഞിട്ടാണ്. അല്ല പ്രശാന്ത്, അന്ന് ഓറഞ്ച് അലർട്ട് ആയിരുന്നില്ലല്ലോ വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നത്. ദുരന്തം കഴിഞ്ഞിട്ടല്ലേ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്? അത് വസ്തുതയല്ലേ? എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ ആ ദുരന്ത മേഖലയിൽ പോയിട്ടുള്ള ആളുകളാണ്. അവിടുത്തെ സാധാരണക്കാരോട് നിങ്ങൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ എടുത്തിട്ടുള്ള ബൈറ്റുകളൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ. നിങ്ങളുടെ ചാനലിൽ തന്നെ എത്ര തവണ പഞ്ചായത്ത് മെമ്പർ അടക്കം അവിടെയുള്ള പല ആളുകളും മാറ്റാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വില്ലേജ്മാൻ പോയിട്ട് അവിടുത്തെ ആദിവാസി കോളനിയിലെ ആളുകളെ പോയി സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വാണിംഗ് എന്തായിരുന്നു പ്രശാന്ത്? ഓറഞ്ച് അലർട്ട് ആയിരുന്നില്ലല്ലോ. എന്തായിരുന്നു?
നോക്കൂ, ഈ മേഖലകളിൽ കുറെ കാലങ്ങളായിട്ട് ഈ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നിരന്തരം തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് ഈ വാണിങ്ങിന്റെയും വാണിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇത് ഇവിടുത്തെ സ്വാഭാവിക ഒരു പ്രതിഭാസം അല്ല. നിരന്തരമായി മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് പെയ്തിരിക്കുന്ന ഒരു മഴ, അത് നമ്മുടെ എല്ലാവരും വയനാട്ടിലുള്ള എല്ലാ ജനങ്ങളും ആശങ്കപ്പെട്ടിരുന്നു. ദൈവമേ, ഇത് എന്തെങ്കിലും സംഭവിക്കുമോ, എന്തോ അതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അന്ന് 572 മില്ലിമീറ്റർ മഴ 48 മണിക്കൂറിൽ പെയ്യും എന്ന സൂചന നൽകിയിരുന്നോ? ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് അമിത്ഷാജി വാദത്തിന് മറുപടിയായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ആ രേഖ തെറ്റായിരുന്നില്ലേ പ്രശാന്ത്? പ്രശാന്തിന് തന്നെ അറിയാമല്ലോ എപ്പോഴാണ് ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഖണ്ഡിക്കുന്നത്? തെറ്റായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത്? ആ അലർട്ട് തലേ ദിവസം ഉണ്ടായിരുന്നില്ല. ദുരന്തം കഴിഞ്ഞിട്ടാണ് അവിടെ അലർട്ട് വരുന്നത്. ഞാൻ അതിന്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. തീർച്ചയായും ഞങ്ങൾ ആ കോപ്പി പരിശോധിച്ചു. അത് ഞാനത് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചത്. ഞാൻ പറഞ്ഞു ഇത്തരം തെറ്റായ ഇൻഫർമേഷൻ കൂടി ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ഇതിനകത്ത് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതെന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രം. പ്രശാന്ത്, ആ ഘട്ടത്തിൽ നിങ്ങളുടെയോ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കളുടെയോ ഒന്നും പ്രയത്നങ്ങളെ കുറച്ച് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ നിലയിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുകൊണ്ട്. ഞാൻ ഡോക്ടർ CP രാജേന്ദ്രനിലേക്കും മറ്റതിഥികളിലേക്കും വളരെ വേഗം എത്താം. അതിനു മുമ്പ് ഈ റിപ്പോർട്ട് കൂടി പ്രേക്ഷകർ ഇന്ന് കാണൂ. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പ്രണാമമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം അവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. മുണ്ടക്കെ ചൂരൽമല ദുരന്തത്തെ അതിജീവിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത പശ്ചാത്തലത്തിൽ ദുഃഖത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നും പറഞ്ഞു. റിപ്പോർട്ട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് ഇന്നേക്ക് 17 ദിവസമായിട്ടും ദുരന്തം ഏത് വിഭാഗത്തിലെന്ന് ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും വയനാടിനെ ചേർത്തു പിടിച്ചു പ്രധാനമന്ത്രി. ജീവൻ നഷ്ടമായവരെ വേദനയോടെ ഓർക്കുന്നുവെന്ന് മോദിയുടെ പ്രസംഗം. രാജ്യം അവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി. प्राकृतिक आपदा में अनेक लोगों ने अपने परिवारजन खोए हैं, संपत्ति खोई है, राष्ट्र ने भी पारावार नुकसान भोगा है. मैं आज उन सब के प्रति अपनी संवेदना व्यक्त करता हूं और मैं उन्हें विश्वास दिलाता हूं कि यह देश इस संकट की घड़ी में उन सब के साथ खड़ा है. കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ തയ്യാറാകണമെന്നും മോദി പറഞ്ഞു. വയനാട്ടിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ച അതേ ആശങ്ക മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കണം. 21ാം നൂറ്റാണ്ടിലും പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ല. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ 21ാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. താൽക്കാലിക പ്രഖ്യാപനങ്ങളല്ലാതെ, വാടക വീടും 3 മാസത്തെ സാമ്പത്തിക സഹായവും അല്ലാതെ സർവവും നഷ്ടപ്പെട്ടവരുടെ മുന്നിൽ മറ്റൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്ത് ചെയ്യണം? പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടും ജീവിതം നഷ്ടമായവർ. ഒപ്പം വീണ്ടും ഒരു പ്രകൃതി ദുരന്തം എത്തുന്നതിന് മുമ്പ് നമ്മുടെ നാട് മുന്നറിയിപ്പിന് സജ്ജമാകുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം രാജ്യം കാലാവസ്ഥാ വ്യതിയാനവുമായും വെല്ലുവിളികളുമായുമുള്ളൊരു യുദ്ധത്തിലാണ് എന്നാണ്. പക്ഷേ യുദ്ധത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ നമുക്കുണ്ടോ? കൃത്യമായി ജലപൂരിത അവസ്ഥയിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയാൽ ആ ഭാഗത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള വാർണിംഗ് സിസ്റ്റം നമുക്കുണ്ടോ?
ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലുകൾ മുൻകൂട്ടി പ്രവചിക്കാനും അതിതീവ്ര മഴ മുൻകൂട്ടി പ്രവചിച്ച് ഇത്തരം മേഖലകളിൽ ആളുകളെ സുരക്ഷിതമായ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന് പഠന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പുഞ്ചിരിമട്ടത്തെ വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എത്ര മേഖലകൾ ഒഴിപ്പിക്കപ്പെടും? എന്ത് മുന്നറിയിപ്പ് സംവിധാനമാണ് നമുക്ക്? പുഞ്ചിരിമട്ടം ഇനി അനാഥമാകും. അവിടെ വാസയോഗ്യമല്ല എന്ന റിപ്പോർട്ട് വരുന്നതോടുകൂടി മനുഷ്യരവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഇനി ഇങ്ങനെ എത്ര മനുഷ്യർ എത്ര ഇടങ്ങളിൽ നിന്ന് ഒഴിയേണ്ടി വരുമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമുള്ള ചോദ്യം, ഇതേപോലെയുള്ള ഉരുൾപൊട്ടലുകളിൽ എത്ര മനുഷ്യർക്ക് ജീവൻ ഇനി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്, പ്രത്യേകിച്ച് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ. ഡോക്ടർ CP രാജേന്ദ്രൻ, ജിയോ സയൻറ്റിസ്റ്റ്, നമുക്കൊപ്പമുണ്ട്. പ്രശാന്ത് മലവേൽ, വയനാട് BJPയുടെ ജില്ലാ സെക്രട്ടറി. P ഗഗാറിൻ, പ്രസിഡന്റ് CPM ജില്ലാ P ഗഗാറിൻ, വയനാട് CPM ജില്ലാ സെക്രട്ടറി. T സിദ്ദിഖ് MLAയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഡോക്ടർ CP രാജേന്ദ്രനിലേക്ക്. ഡോക്ടർ CP രാജേന്ദ്രൻ, മുന്നറിയിപ്പുകൾ കൃത്യമായി ഇല്ലാത്തതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നൊരു നിരീക്ഷണമുണ്ട്. ഒരർത്ഥം വരെ അത് ശരിയുമാണ്. മറ്റു പല രാജ്യങ്ങളിൽ, ഇപ്പോൾ വിലങ്ങാടടക്കം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ പ്രാദേശികമായി അവർ ചില കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ സാങ്കേതികമായി എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ പൂരിതാവസ്ഥയിൽ നിൽക്കുന്നൊരു മലമ്പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന് നമ്മളെ അറിയിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സാധ്യമാണോ? അങ്ങനെ ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? വയനാട്ടിൽ പല മേഖലകളും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണെന്നിരിക്കെ ഈ പ്രദേശങ്ങളിൽ അവ സ്ഥാപിക്കാൻ കഴിയുമോ? ഡോക്ടർ CP രാജേന്ദ്രൻ. ഈ സംഭവം വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഡിസാസ്റ്ററാണിത്. അത്രയധികം ആളുകൾ മരിക്കുകയും അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടുകയും അവരുടെ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഡിസാസ്റ്ററാണിത്. അപ്പം ഇതിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ സയൻസും ഇതിൻ്റെ രാഷ്ട്രീയവും എല്ലാ ആളുകളും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇതിനെ ഒരു ചോദിച്ച ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ലാൻഡ് സ്ലൈഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇതൊരു ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വേണം ചെയ്യാൻ. നമുക്കിപ്പോൾ ഒരു ദിവസം രാവിലെ വരുമോ എന്ന് പറയാനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനമോ അതിനനുസരിച്ചിട്ടുള്ള വിവരമോ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇതിന് ഒരുപാട് പാരാമീറ്റേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇത്ര എളുപ്പത്തിൽ അത് മുഴുവൻ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് ഒരു ഏർലി വാർണിംഗ് നടത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല, വേറെ പല സ്ഥലത്തും ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ സ്ഥിരമായി നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ആർക്കും അത് നേരത്തെ പറയാനെന്നുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചില സൂചനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ 1984 മുണ്ടക്കയിൽ ഇതേ സ്ഥലത്ത് തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഒരു ലാർജ് സ്കെയിലല്ല, പക്ഷേ ചെറിയ തോതിൽ ലാൻഡ് സ്കെയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ കാർട്ടോസാറ്റ് ഇപ്പോൾ ഇസ്രോ റിലീസ് ചെയ്ത സാറ്റലൈറ്റ് ഇമേജറിയിൽ മുമ്പുണ്ടായ മുമ്പത്തെ ഒരു സാറ്റലൈറ്റ്, ഈ സംഭവം നടക്കുന്നതിന് മുമ്പുള്ളത് മെയിൽ റിലീസ് ചെയ്തതാണ്. അത് തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സൂചനകൾ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആയാലും, ഞാൻ അവരെ ഇതിലൊന്നും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇത് ഉപയോഗിക്കാനും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി അതിനെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു സ്ഥലം നമുക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില ഇതിൽ റിസർച്ച് ഗ്രൂപ്പുകൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂന്നാറിൽ നടന്നൊരു ലാൻഡ് സ്ലൈഡ് അവർക്ക് നേരത്തെ ചെയ്യാൻ പറ്റിയെന്നാണ്. അത് എല്ലാ സ്ഥലത്തും അത് പാതമാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നടത്തിയ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പഠനത്തിൽ അവരത് നേരത്തെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമായി ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഈ 900 കണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ധാരാളം ഇത്തരത്തിലുള്ള മേഖലകളുണ്ട്. ഇപ്പോൾ അട്ടമലയുടെ മറുഭാഗം, ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ ഇടത്തെ സൈഡിൽ നിൽക്കുന്ന മറുഭാഗത്ത് നിൽക്കുന്നൊരു പ്രദേശം, അവിടെയൊക്കെ ഇതേ ചരിവിലാണ് നിൽക്കുന്നത്. ഇതേപോലെ ഒരു 572 മില്ലിമീറ്റർ മഴ 2 ദിവസം കൊണ്ട് ഇനിയും മറ്റൊരു ദിവസം 2 ദിവസങ്ങളിലായിട്ട് പെയ്താൽ അത് ജലപൂരിതമാവുന്നൊരു ഘട്ടമുണ്ടാവും. അങ്ങനെ വന്നാൽ ആ മണ്ണും ഇടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. ഇതിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഇതേ ഭൂപ്രകൃതിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അവിടെ തന്നെ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂം സെൻറ്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന അവിടെയുണ്ട്. അവരത് 2-3 ദിവസം മുമ്പ് ഈ റെയിൻഫോളിൻ്റെ ഈ മഴയുടെ മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു വാർണിംഗ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ഇതുപോലുള്ള സംഘങ്ങളുടെ അവർ നൽകുന്ന വിവരങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കത് നമ്മുടെ
സ്റ്റേറ്റ് അതോറിറ്റിക്കും ഡിസ്ട്രിക്ട് അതോറിറ്റീസിനും ഒരു തരത്തിലൊരു വാർണിംഗ് ആ തരത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. എനിക്കൊരു ടി സിദ്ദീഖ് ഇതിനകത്ത് നമുക്കൊരു പോയിന്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇന്നത്തെ ചർച്ചയുടെ ഒരു ടേക്കും അതായിരിക്കും. ഇപ്പോൾ വിലങ്ങാട് ഈ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് മറ്റ് മുന്നറിയിപ്പുകളൊന്നും ഇല്ലെങ്കിലും തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സ്വാഭാവിക ചെരിവൊക്കെ കണക്കാക്കി അവരുടെ ആ ഗ്രൂപ്പിൽ ഇന്ന് ചിലപ്പോൾ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സമാനമായ ഉരുൾപൊട്ടൽ നേരത്തെ ഉണ്ടായതാണ്. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ നിന്ന് മാറിക്കൊള്ളണമെന്ന് നിർദ്ദേശം കൊടുത്തു. തലേന്ന് രാത്രി തന്നെ പരമാവധി ആളുകളെ മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ മാത്യു മാഷിൻ്റെ ജീവൻ മാത്രമാണ് വിലങ്ങാട് പോയത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ 10-50 പേരുടെ ജീവൻ വിലങ്ങാട് നഷ്ടപ്പെട്ടേക്കാം. 14 വീടുകൾ പൂർണ്ണമായും തകർന്നു. അപ്പോൾ ഇതേപോലെ ഈ വയനാട് ഇനി എപ്പോഴും ഇതേപോലെയുള്ള ഡിസാസ്റ്ററുകളെ കരുതിയിരിക്കണം. അങ്ങനെ പ്രാദേശികമായ വാർണിംഗ് കൂട്ടായ്മകൾ ശക്തമാക്കുകയാണോ ഇനി നമ്മുടെ മുന്നിലുള്ള വഴി? മറ്റു സാങ്കേതിക സംവിധാനങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ. ടി സിദ്ദീഖ്. തീർച്ചയായിട്ടും ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ വരാം. ഞാനൊന്ന് MLA പോയിട്ട് അതിനുശേഷം വരാം. CP. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വൈറ്റലായിട്ടുള്ള ഈ ചർച്ചയുടെ കണ്ടന്റ് ഇതാവണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള റിക്വസ്റ്റ്. ഇതിൽ 1984 ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചല്ലോ, രാജീവ് കുമാർ കേന്ദ്ര സംഘ പ്രതിനിധി വന്ന് കലക്ട്രേറ്റിൽ വന്ന് മുണ്ടകൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് കലക്ട്രേറ്റിൽ ഇരുന്ന് അദ്ദേഹം ഓറലായി ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്ത് ഞങ്ങൾ അവിടെ മുമ്പത്തെ മുണ്ടകയും ഇപ്പോഴത്തെ മുണ്ടകയുടെ അവസ്ഥയും ഞങ്ങളത് കൃത്യമായി അദ്ദേഹത്തിന് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി. അതിൽ ചില ഭാഗത്ത് ഇപ്പോഴുള്ള മുണ്ടകയുടെ അവസ്ഥ ചില സ്ഥലത്ത് അദ്ദേഹം സൂം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവിടെ ചില ക്രാക്കുകൾ കണ്ടു. ആ ക്രാക്ക് കണ്ടതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോക്കൽ MLA അല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ക്രാക്കുകൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഭാവിയിലല്ല, ഇത് കഴിഞ്ഞ് 5, 8, 10 കൊല്ലം കഴിയുമ്പോൾ ഇതുപോലെയുള്ളതോ ഇതിനേക്കാൾ കുറവോ കൂടിയതോ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഇനി താമസിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഞാൻ പറഞ്ഞു, ഈ ഇൻഫർമേഷൻ എന്നോട് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന മന്ത്രിതല ഉപസമിതിയിൽപ്പെട്ട ആളുകളോടും അദ്ദേഹം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതവിടെ പൊതുസംസാരമായി കളക്ടർ ഉൾപ്പെടെ അറിഞ്ഞു. ഞാൻ പറഞ്ഞത് 1984 80 ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുത്തുമലയിൽ നടന്നതിനെ സംബന്ധിച്ചും മുമ്പ് പുഞ്ചിരിമട്ടത്ത് നടന്നതായിരിക്കുന്ന മുണ്ടകയിൽ നടന്നതായിരിക്കുന്ന ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ സംഭവത്തിൻ്റെ ആവർത്തനം അതിനേക്കാൾ ഗൗരവതരമായി നടന്നാൽ ആ ഇടത്തു പോലും മഴവെള്ള മാപിനി സംബന്ധിച്ചതായിരിക്കുന്ന ഒരു മെഷർമെൻറ്റ്, സയൻറ്റിഫിക്കായ മെഷർമെൻറ്റ്, എങ്ങനെ ഇക്കോളജിക്ക് മാറ്റം വരുന്നു, അതിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൃത്യമായി, ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി കൊണ്ടുവരാൻ ഒരു സിസ്റ്റത്തിനും സാധിച്ചിട്ടില്ല. അതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള, ഇപ്പോൾ ഡോക്ടർ വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഹ്യൂം സിസ്റ്റത്തെക്കുറിച്ച് ഹ്യൂം സിസ്റ്റം നേരത്തെ വാണിംഗ് കൊടുത്തു. ഓറഞ്ച് അലർട്ട് സെൻട്രൽ ഗവൺമെൻറ് 29th കൊടുക്കുന്നത് ഓറഞ്ച് അലർട്ട് സംബന്ധിച്ചാണ്. ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ റെഡ് അലർട്ടിനേക്കാൾ ഗുരുതരമായിട്ടുള്ള അതിൻ്റെ പാരാമീറ്ററിലുള്ള ഗൗരവമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവിടെ മുൻകൂട്ടി അലാം കൊടുക്കേണ്ട സിസ്റ്റം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ ഗൗരവമായി പറയുന്നു. മുമ്പുണ്ടായ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയയിൽ പോലും മഴയുടെ തോതളക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള സയന്റിഫിക് മെക്കാനിസം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായ കാര്യമാണ്. എനിക്കൊന്ന് ശ്രീ പി ഗഗാറിൻ, നമ്മൾ ഈ ചർച്ചയുടെ ഒരു ടേക്കായി എടുക്കേണ്ടതും സർക്കാരിന് മുന്നിൽ സമർപ്പിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇനിയും ഇതേപോലെ മഴ പെയ്യും. നമ്മൾക്ക് കേട്ടുകേൾവി ഇല്ലാത്തതാണ് അതിതീവ്ര മഴ. ആ അതിതീവ്ര മഴ കേരളത്തിലൊരു തുടർച്ചയായി മാറിക്കഴിഞ്ഞു. അതൊരു തുടർ സംഭവമായി മാറി, നിത്യസംഭവമായി. അപ്പോൾ അതിതീവ്ര മഴ വയനാട്ടിൽ പെയ്താൽ ഇതേപോലെ ജലപൂരിതാവസ്ഥയിൽ വരുന്ന മലമുകളുകളുണ്ട്. ആ മലമേഖലകളിൽ ഇനിയും ഉരുൾപൊട്ടലുണ്ടാവാം. പക്ഷേ ഇനി നമുക്ക് ഇതേപോലെ ഒരു ദുരന്തം താങ്ങാൻ വയ്യ. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ പ്രാദേശികമായി ജലമാപിനികൾ, ഈ മഴമാപിനികൾ ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഞ്ചായത്തുകൾക്കും തദ്ദേശീയമായ ജനങ്ങൾക്കും കൈമാറാനുള്ള വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവുക, ഏതു ദുരന്തത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹമെന്ന ഒരു ട്രെയിനിങ് ഇവർക്ക് പൂർണ്ണമായും പ്രാദേശിക അടിസ്ഥാനത്തിൽ കൊടുക്കുക. അതിനുള്ളൊരു ശ്രമം സർക്കാർ അടിയന്തരമായി തന്നെ തുടങ്ങേണ്ടതല്ലേ ശ്രീ പി ഗഗാറിൻ? അതെ, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. കുറേ കൂടി ശാസ്ത്രത്തിൻ്റെ എല്ലാ വളർച്ചയെയും
ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു, ഇത്രയേറെ സമ്പത്ത് നഷ്ടപ്പെടില്ലായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം ഉണ്ടാവണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമുക്കറിയാലോ, നമുക്ക് പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ 2019 പുത്തുമലയിൽ ഈ ദുരന്തമുണ്ടായി. പുത്തുമലയിലെ ജനങ്ങളുടെ ജീവൻ, മഹാഭൂരിപക്ഷം അവിടെ താമസ ആളുകൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? അവിടെ വളരെ ഫലപ്രദമായ ഇടപെടലുണ്ടായി. ഈ സൂചനകൾ കണ്ടപ്പോൾ പ്രാദേശികമായി തന്നെയുള്ള കൂട്ടായ്മകൾ വളരെ ഫലപ്രദമായി ഇടപെട്ടു, ജനപ്രതിനിധികൾ ഇടപെട്ടു, ആളുകളെ മാറ്റി താമസിച്ചു. എന്നാൽ ചൂരൽമലയിൽ അങ്ങനെയല്ല ഉണ്ടായത്. ചൂരൽമലയിൽ മാറണം എന്ന നിർദ്ദേശം ലഭിച്ചിട്ടും അങ്ങനെ മാറേണ്ടതില്ല എന്ന അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സമയത്ത് പറയേണ്ടതല്ല. അതിൻ്റെ ഭാഗമായി മാറണമെന്ന് മിക്കവാറും ആളുകൾ, അവർ രക്ഷപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ മാറണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ കുറേ ആളുകൾ മാറുന്നില്ല എന്ന നിലയിലേക്ക് വന്നു. അങ്ങനെ മാറുന്നില്ല എന്ന നിലയിലേക്ക് വന്നിട്ടുള്ളതിൻ്റെ പിന്നിൽ ചില നിർദ്ദേശങ്ങൾ, അങ്ങനെ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട എന്ന ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ക്യാമ്പുകളിൽ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ വിവരം അറിയിക്കേണ്ട ആളുകളുടെ അഭാവമാണ് ഈ നിർദ്ദേശം അവർ പരിഗണിക്കാതിരിക്കുന്നതിന്റെ കാരണം. ഉദാഹരണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പറയുകയാണ്, അതല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ആവട്ടെ, അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായി ഈ സമയത്ത് നമ്മൾ മറ്റൊരു വിവാദ ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ, ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകാത്തത്. കാരണം അത് പിന്നീട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം സുരക്ഷിതമായി താമസിപ്പിച്ച് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ പ്രശ്നം ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യം സത്യമാണ്. കാരണം ഇത്രയും ശാസ്ത്രം വളർന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രജ്ഞർക്ക് പറയാൻ പറ്റുന്നില്ല കൃത്യസമയത്ത്. നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടായി. അതെ, ഞാൻ ചോദിക്കട്ടെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ടായി, സയൻസ് സമിതികൾ ഉണ്ടായി. ഇപ്പോൾ 2018 19 വയനാട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടേ ഇല്ല. പിന്നീട് ഒരു പഠനവും നടന്നിട്ടില്ല. 19 ചില നിബന്ധനകൾ, 18 19 ചില നിബന്ധനകൾ ഉണ്ടാക്കി. അതും ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ നിബന്ധനകൾ അന്ന് ഒരു പഠനവും ഇല്ലാതെ അന്ന് മുന്നോട്ട് വെച്ച നിബന്ധനകൾ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുന്ന ഒരു പണി മാത്രമായി ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം മാറിയതാണ് യാഥാർത്ഥ്യം. ശരിയായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനും ഇതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. ശ്രീ പി ഗഗാരൻ, എന്റെ ചോദ്യം അതല്ല. ശ്രീ പി ഗഗാരൻ പറഞ്ഞതുപോലെ അവിടെ മാറ്റേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് എന്നൊരു ചുമതല, എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് കൂട്ടായി ചർച്ചയ്ക്ക് വിധേയമാവണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ കാര്യത്തിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും കാണുന്ന, അങ്ങനെയല്ല. പ്രശാന്ത് മലവേലാണെങ്കിലും ഇപ്പോൾ ഈ ഇന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. അതെ, പക്ഷെ അതിന്റെ അവസാനമായി ആളുകൾ ഏകദേശം മാറിക്കഴിയുമ്പോൾ ആ ദുരന്തത്തിൻ്റെ അവസാനമാകുമ്പോഴേക്ക് അതിനെ പിന്നെ കക്ഷി രാഷ്ട്രീയം തിരിക്കും. ഞാൻ ഇന്ന് തന്നെ കണ്ടൊരു ചിത്രം എന്ന് പറയുന്നത്, നമ്മൾ ദുരന്ത നിവാരണ സ്ഥലത്ത് ജനങ്ങളെ സഹായിക്കാൻ എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ സംഭാവന ചെയ്യുന്ന സാധനങ്ങൾ സഞ്ചിയിൽ തൻ്റെ ഫോട്ടോ അടിച്ച് വിതരണം ചെയ്യുന്ന, ജനപ്രതിനിധിയുടെ ഫോട്ടോ അടിച്ച് വിതരണം ചെയ്യുന്ന അവസ്ഥ വരുന്നത്, അത് ഏകീകരിച്ച ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് ആളുകളെ വഴിതിരിച്ചു വിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം, അതൊന്നും ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ അത്തരത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വിഷയം ജനങ്ങളെ മാറ്റി താമസിപ്പിച്ച്, ഞാൻ ആരെ കുറിച്ചല്ല, ഞാൻ ഇന്ന് കണ്ടൊരു ചിത്രമാണ്, ഒരു ജനപ്രതിനിധിയുടെ ചിത്രം അടിച്ച് സഞ്ചിയിൽ സാധനങ്ങൾ കൊടുക്കുക, ജനങ്ങൾ സംഭാവന ചെയ്ത സാധനം അതിൽ തന്നെ ജനപ്രതിനിധിയുടെ ചിത്രം അടിച്ച് വിതരണം ചെയ്യുക. അതൊക്കെ ഒരു തരത്തിലുണ്ടാകാൻ പാടില്ലാത്ത. കാരണം ഈ കാര്യം കഴിഞ്ഞ് ആളുകൾ വീടുകളിലേക്ക് താമസിച്ചാൽ
അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറും കേവലം രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് വഴിവെക്കും. അല്ല, ആ അപകടമില്ല, ആ അപകടം ഒരിക്കലും ഉണ്ടാവരുമെന്ന് കരുതിയിട്ടാണ്, ആ അപകടം ഉണ്ടാവൽ കരുതിയിട്ടാണ് CPM ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ CPM ഇന്ന് വരെ ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുന്ന സമീപനത്തിൽ ഞങ്ങൾ നിന്നിട്ടില്ല. ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു മോശം അവസ്ഥയുണ്ടെന്ന് MLA പറഞ്ഞിട്ടില്ല. നിങ്ങളും തിരിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ സ്വാഗതാർഹമായ ആരോഗ്യകരമായ അറിയുമോ, ഈ ദുരന്തമുഖത്ത് നിങ്ങൾ കാണിച്ച രാഷ്ട്രീയമായ ഐക്യമുണ്ടല്ലോ, ആ ഐക്യത്തെ നമുക്കിനി വാർണിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നിലയിലേക്ക് പ്രാദേശിക വിനിമയം നടത്തുന്ന സംഘങ്ങളാക്കി മാറ്റണം. നിങ്ങളൊക്കെ വിചാരിച്ച് നടപ്പിലാക്കാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ ആ പ്രദേശത്ത്. ഞാൻ പ്രശാന്തിലേക്ക് കൂടി പോയി ചർച്ച താങ്ക് യു. പ്രശാന്ത് മലവയൽ, നമ്മൾ ഇതേ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇനി ഏർലി വാർണിംഗ് സിസ്റ്റം വരണം. അതിന് സാങ്കേതികമായ പരിമിതികളുണ്ട്. കാര്യശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു, ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അതിന് പ്രാദേശികമായ കൂട്ടായ്മകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നതല്ലേ? അല്ലെങ്കിൽ വയനാട് ഒരു സമ്പൂർണ്ണ ഡിസാസ്റ്റർ സ്റ്റേറ്റായി മാറും പ്രശാന്ത്. ഇനിയും ഈ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതിതീവ്ര മഴയൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശാന്ത്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഈ ദുരന്തം നമ്മൾ ഒരു നിസ്സാരമായിട്ട് ആരും കണ്ടിട്ടില്ല. കേന്ദ്രം കണ്ടിട്ടില്ല, സംസ്ഥാനം കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതിനെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മാധ്യമത്തിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള ഈ പോയിന്റ് അത് നിസ്സാരമായിട്ട് എടുക്കരുത് ആരും. വളരെ 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 ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ, കാരണം വയനാട്ടിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ജനങ്ങൾ അതിജീവിക്കുന്ന ഒരു നാടാണ് വയനാട്. അപ്പൊ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളും എല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അല്ല എങ്കിൽ കൂടി സിദ്ദീഖ് MLAയും ഗഗാറിനും അവസാനം പറഞ്ഞിട്ടുള്ള 2 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, ജനങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഗഗാറേട്ടൻ ഇവിടെ സൂചിപ്പിച്ചത്. MLA സൂചിപ്പിച്ചതും ഏകദേശം, അതായത് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ഘട്ടം തന്നെയാണ് MLAയും സൂചിപ്പിച്ചത്. അപ്പം മുന്നറിയിപ്പിന്റെ പ്രശ്നമായിരുന്നില്ല, ഇത് നടപ്പിലാക്കുന്നതിന്റെ പ്രശ്നമായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. ഈ നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ചയാണ് ഇത്രയും ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഈ വയനാട്ടിൽ മാത്രമല്ല എവിടെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. താങ്ക് യു ടി സിദ്ദീഖ്, താങ്ക് യു പി ഗഗാറിൻ, പ്രശാന്ത് മലവയൽ, ഡോക്ടർ CP രാജേന്ദ്രൻ ചർച്ചയിൽ ചേർന്നതിന്. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പ്രാദേശികമായ കൂട്ടായ്മകൾ ഉണ്ടാവണം. ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് സ്ഥാപിക്കപ്പെടണം. ഈ പ്രാദേശികമായ ഇടങ്ങളിലെങ്കിലും മഴമാപിനികൾ ഉണ്ടാവണം. മഴമാപിനികളിലെ കണക്കനുസരിച്ച് ജനങ്ങളെ സുരക്ഷിതമായ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണം. കാരണം ഇനി ഒരു ജീവിതവും അനാഥമാകരുത്. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.